ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയൊരു നോമ്പ് തുറ വിശേഷങ്ങളിലാണ് കേട്ടോ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തണ്ണിമത്തനിൽ നിന്നും തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഹബത്ത് ക സർവത്താണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പാലൊക്കെ ഒഴിച്ച് ആണ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കണതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതിനെ ഞങ്ങളിവിടെ മുഹബത്ത് ക സർവത്ത് എന്ന് പറയണം. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയണതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളൊരു ചെറിയൊരു സ്നാക്ക് സമൂസയാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് മുന്തിരി ജ്യൂസ് അടിക്കുന്നുണ്ട്. ഇക്കാക്ക് പാൽ വെച്ച് ജ്യൂസ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുന്തിരിയാണ് കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഏതിലൊരു ജ്യൂസ് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഇന്ന് പാൽ വെച്ച ഒരു ജ്യൂസ് ഇതുള്ള കാരണം മുന്തിരി ജ്യൂസ് അടിച്ചെന്നുള്ളൂ. പിന്നെ നമ്മൾ സമൂസയാണ് ഉണ്ടാക്കാൻ പോകണം അടുത്തത്. അതിലേക്ക് പിന്നെ കുറച്ച് ചീസൊക്കെ ഇടണ്ടെന്നുള്ളൂ. ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. സമൂസയുടെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കനും സവാളയൊക്കെ വഴറ്റി പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അതിൽ നമ്മൾ ചീസും വെച്ച് സമൂസയുടെ ഇത് റെഡിയാക്കിയത് കേട്ടോ. കുറച്ച് സമൂസ മാത്രമേ ഉണ്ടാക്കണുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കാറില്ല. നമ്മളൊരുപാട് അങ്ങനെ ആകെ കുറച്ച് 3 പേരേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഫുഡ് മാത്രമേ നമ്മൾ ഉണ്ടാക്കലുള്ളൂ. ഒരുപാട് ഭക്ഷണമൊന്നും വേസ്റ്റ് ചെയ്ത് കളയാറില്ല. അങ്ങനെ സമൂസയൊക്കെ റെഡിയാക്കി പൊരിച്ച് അതിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ കറി വെക്കാനാണ് പോണത്. ചിക്കൻ കറി വെക്കാൻ സവാളയൊക്കെ വഴറ്റി ചുമ്മാ സാധാരണ രീതിയിലാണ് വെക്കണം. പിന്നെ അപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ കറിയൊക്കെ തെളിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാങ്ക് വിളിക്കാൻ സമയമായി. അപ്പം നമ്മൾ ഇന്നത്തെ ഐറ്റംസൊക്കെ എല്ലാം മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നോമ്പ് തുറക്കാനുള്ള പരിപാടിയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് വിളിക്കാൻ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.